എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് സ്വാഗതം. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ട്രഷറർ കുഞ്ഞു മുഹമ്മദ് കൂരാച്ചുണ്ടാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ഞെട്ടിയൊരു വാർത്തയായിരുന്നു. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അതിന്റെ പ്രവർത്തനം നിർത്താൻ പോകുന്നു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് ഇങ്ങനൊരു കാര്യം മാധ്യമങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിൽ മാത്രമല്ല, കുടുംബം കെ എ പോളിനൊപ്പം നിൽക്കുന്ന സാഹചര്യം കൂടി ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എന്റെ ആദ്യത്തെ ചോദ്യം, നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിൽ പ്രതിസന്ധികൾ വന്നതുകൊണ്ടാണോ, അതോ തുടരാൻ ഇനി, അതായത് പ്രതീക്ഷകൾ അസ്തമിച്ചു എന്നുള്ളതുകൊണ്ടാണോ, അതോ കെ എ പോളിന്റെ ഒരു ഇടപെടലാണോ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തത്? നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ 6-7 വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകെയുണ്ട്. ഈ കേസ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും സന്തോഷമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ഒരു മലയാളി പെൺകുട്ടി യമനിലെ ജയിലിൽ നിന്ന് തിരിച്ചെത്തി നാട്ടിൽ അവരുടെ കുടുംബത്തോട് ഒപ്പം ചേരുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അങ്ങനെ ഒരു ലക്ഷ്യത്തിലെത്തി ഈ മിഷൻ അവസാനിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഇതിനിടയിൽ വന്നുപെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഒന്നും വിചാരിക്കുന്നതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. ആ ഇടപെടൽ എന്ന് പറയുന്നത് ഈ കേസിന്റെ നമ്മുടെ നീക്കങ്ങളെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ സാമൂഹ്യോത്സവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം 6 വർഷമായി ഇതിന്റെ നെഗോഷിയേറ്റർ എന്നുള്ള ഒരു പദവി, 3 വർഷമായി ഞങ്ങൾ നെഗോഷിയേറ്റർ പണം നൽകിക്കൊണ്ടുള്ള പദവി അദ്ദേഹം അലങ്കരിച്ചു വരികയാണ്. ആ നെഗോഷിയേറ്റർക്ക് അദ്ദേഹത്തിന്റെ, അതായത് കൊല്ലപ്പെട്ട ദലാലിന്റെ കുടുംബത്തിലേക്ക് എത്താൻ ആയിട്ടില്ല, അങ്ങനെ ആരും ഞങ്ങളോട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് നമ്മളോട് ലോകത്തോട് വിളിച്ചു പറയുന്നത് കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. കാരണം ഞങ്ങളെ ആരും ഇതുവരെ ഒരു നെഗോഷിയേറ്ററും ഞങ്ങളെ, പ്രത്യേകിച്ച് സാമുൽ ജെറോമിന്റെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ്, അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിന്റെ പോസ്റ്റും. അപ്പോ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നെഗോഷിയേഷനും ഇതുവരെ നടന്നിട്ടില്ല, ഞങ്ങളെ ആക്ഷൻ കമ്മിറ്റി ആകെ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഉള്ള തോന്നൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. പിന്നീടാണ് നമുക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു ദൗത്യവാഹകനെ ഇക്കാര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഞങ്ങൾ സമീപിച്ച ഒട്ടനവധി രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ നിന്നും സാമൂഹ്യ വ്യക്തിത്വങ്ങളിൽ നിന്നും വേറിട്ട ഒരു ബന്ധം യമനിലെ സൂഫി പണ്ഡിതന്മാരുടെ ഇടയിൽ ബഹുമാനപ്പെട്ട കാന്തപുരത്തിനുണ്ട് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഞങ്ങൾ സമീപിക്കുന്നതിന് കാരണം. ഞങ്ങളെ പ്രതീക്ഷ തെറ്റിയില്ല, പക്ഷെ ഞങ്ങൾ അല്പം വൈകിപ്പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞങ്ങൾ കാന്തപുരത്തെ പോയി കാണുകയും, ഞാൻ നേരിട്ട് പോയി കാണുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ AP ഉസ്താദിന്റെ മകനെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സന്ദർശിച്ച് ഈ കേസിൽ ഇടപെട്ട് സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥന നൽകിയിട്ടായി. തുടർന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാനടക്കമുള്ള സംഘം മർക്കസിനകത്ത് പ്രവേശിക്കുകയും മർക്കസിനോട് ഈ കാര്യങ്ങൾ പറയുകയും അദ്ദേഹം നല്ല മനസ്സോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടാമെന്നുള്ള വാക്ക് ഞങ്ങൾക്ക് നൽകുകയും, വാക്ക് നൽകുക മാത്രമല്ല അദ്ദേഹം ഇടപെട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ആ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ 16 വേണ്ടുന്ന ഒരു ആൾ എന്ന നിലയിലുള്ള കാര്യം മാറ്റിവെച്ചുകൊണ്ട് ആ വധശിക്ഷ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ ദൗത്യം, അവിടെ ഉണ്ടായ പണ്ഡിതന്മാരുടെ സംഘത്തിന്റെ ദൗത്യം തുടരുകയായിരുന്നു. കാരണം വധശിക്ഷ മാറ്റിവെച്ചു എന്നതിൽ നിന്ന് വധശിക്ഷ റദ്ദ് ചെയ്യുന്നതിലേക്കുള്ള നീക്കമാണ് പിന്നീടുണ്ടായത്. വധശിക്ഷ റദ്ദ് ചെയ്യാനുള്ള തീരുമാനം വാക്കാൽ ആ കുടുംബവും ഈ പണ്ഡിത സമൂഹവും അതുപോലെ തന്നെ ഗോത്ര തലവന്മാരും തമ്മിലുള്ള ധാരണയായി. പിന്നീടാണ് അടുത്ത ഘട്ടം നമുക്ക് എത്രമാത്രം നെഗോഷിയേഷൻ, ഈ ഫണ്ട് ബ്ലഡ് മണി കൊടുക്കേണ്ടി വരും എന്നുള്ള ചർച്ചയാണ് അടുത്ത സ്റ്റേജായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ സ്റ്റേജിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആദ്യം ഈ വധശിക്ഷ മാറ്റിവെച്ചവുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ
ഇങ്ങനെ ഒരാൾ ഈ കേസിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് സാമുവൽ ജെറോം തന്നെ ചാനലിൽ വന്ന് പറഞ്ഞത്. അത് ഉം. എ.പി. ക്രിമിസ്റ്റാർക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും വലിയ പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷെ ആ പ്രയാസത്തെ മുറിച്ചു കടക്കാൻ ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് വീണ്ടും പോയി കണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്കുള്ള ക്ഷമാപണം പറയുകയോ ഒക്കെ ചെയ്തു. അദ്ദേഹം വീണ്ടും ആ ചർച്ചയായി മുന്നോട്ട് പോയി. രണ്ടാമത്തെ ഘട്ടം ഈ പറഞ്ഞ നെഗോഷിയേഷൻ ഫണ്ട്, അന്ന് ബ്ലഡ് മണി ഫണ്ട് എത്ര എന്ന് തീരുമാനിക്കുന്നതിലെത്തിയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമുവൽ ജെറോം ഒരു ഭാഗത്ത്, കെ പോൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉള്ള ഒരു 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 പാസ്റ്റർ, അദ്ദേഹം സ്വന്തമായി വിമാന കമ്പനിയൊക്കെ ഉള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളും ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് നടുവിലുണ്ടായിരുന്ന ഒരു ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം പ്രേക്ഷകരോട് ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയുടെ ഭർത്താവിനോട്, അദ്ദേഹം നാട്ടിലുള്ള ആളാണ്, അദ്ദേഹത്തോട് ഞാൻ ഫോൺ വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ തന്നെ ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥന എന്റേതായ അഭ്യർത്ഥന അല്ലായിരുന്നു. കാന്തപുരം മാർക്കസ് പറഞ്ഞു, ഈ കേസിൽ ആ കൊച്ചുമകളെ നമുക്ക് യമനിലെ ആ കുടുംബത്തിന്റെ വിഷ്വൽ ചാനൽ വഴി, അങ്ങനെയാണല്ലോ നമ്മുടെ വീഡിയോ കോൺഫറൻസ്, ആ വീഡിയോ കോൺഫറൻസ് വഴി നടക്കുന്ന ചർച്ചയിൽ ആ കൊച്ചുമകളെ നമുക്ക് ആ കൂട്ടർക്ക് കാണിച്ചു കൊടുക്കണം. അവിടെയുള്ള ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ ബാപ്പയ്ക്ക്, ഉമ്മയ്ക്ക്, അതുപോലെ സഹോദരന്, ഗോത്രവർഗ തലവന്മാർക്ക്, പണ്ഡിത വര്യന്മാർക്ക് ആ കൊച്ചുമകളെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ കൊച്ചുമകളെ കാണിച്ചു കൊടുക്കുകയും അവളോടൊരു കണ്ണീര്, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കും, കാരണം വെച്ചാൽ എനിക്ക് അത്രയേറെ എന്റെ കണ്ണ് നിറച്ച് കണ്ണീരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് മറക്കച്ച വരെ വരണം. എന്റെ കാര്യത്തിനാണോ, എന്റെ വീട്ടിലെ കാര്യത്തിനാണോ? അല്ല. കാരണം ആ വീഡിയോ കോൺഫറൻസ് വഴിക്ക് ആ മകളെ ആ രാജ്യത്തിലെ ഈ പറയുന്ന പൗരപ്രമുഖന്മാർ കാണുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വലിയതാണ്. ഒരു പക്ഷേ $1 പോലും മുടക്കില്ലാതെ, $1 പോലും മുടക്കില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? നിമിഷപ്രിയ നാട്ടിലെത്തിക്കാൻ കഴിയുമാണ്. പക്ഷേ ഞങ്ങൾ കണ്ടതല്ല. ഞങ്ങൾ കണ്ടത്, അദ്ദേഹം പറഞ്ഞു ഞാനൊരു തിരക്കിലാണ്, മകൾക്ക് സുഖമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കാണുകയാണ് ഓൺലൈൻ ചാനലിലും മറ്റ് ചാനലിലും, അതുപോലെ തന്നെ ഈ പോളിന്റെ സ്വന്തമായുള്ള വീഡിയോ ചാനലും, അദ്ദേഹത്തിന് ഒരു ഹൈദരാബാദിൽ ചാനൽ 10 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വന്തമായ ചാനലുണ്ട്. ഈ ചാനലിലൊക്കെ കാണുന്നത് ഈ നിമിഷപ്രിയയുടെ ഭർത്താവും ഈ മകളും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി. ഒന്നും എനിക്ക് മാത്രമല്ല, ഈ മിഷനുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വിഷമമുണ്ടായി. ഇതിനുവേണ്ടി ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, നിമിഷപ്രിയ, സേവ് നിമിഷപ്രിയ എന്നാണ് അന്ന് ഗ്രൂപ്പിന്റെ പേര്. അതിന്റെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രമുഖരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, മാധ്യമ പ്രവർത്തകന്മാരൊക്കെ ഉള്ള ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് ഈ പോളിന്റെ തൊട്ടടുത്ത കസേരയിൽ ഇരുന്നു കൊണ്ട് പോള് പറയുന്ന വിവരക്കേടുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അതിൽ കൈയടിച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട നിമിഷപ്രിയ ഭർത്താവ് ടോമി ഇരിക്കുന്നത്. അങ്ങ് വലിയ പ്രയാസം ഉണ്ടാക്കി. ഇതൊക്കെ ഈ മാധ്യമങ്ങൾ വഴിക്കൊക്കെ തന്നെ മർക്കസും ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അവർക്ക് സ്വാഭാവികമായും ഞങ്ങളുടെ ഒരു കാര്യം, അവരുടെ കാര്യത്തിലല്ല, അവർക്ക് മർക്കസിലേക്ക് ലോകപ്രശസ്തരായ എത്ര മനുഷ്യർ എത്തുന്നുണ്ട്, ഭരണകർത്താക്കൾ എത്തുന്നുണ്ട്, അതുപോലുള്ള ആളുകൾ എത്തുന്ന സ്ഥലത്ത് നിമിഷപ്രിയയുടെ ഭർത്താവ് വന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടായിട്ടല്ല, ഈ കുടുംബത്തിന് നേട്ടം ഉണ്ടാക്കാനാണ്. പക്ഷേ അങ്ങനെ ഒരു ഷോക്കും കൂടി നമുക്ക് കിട്ടി. ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ തല്ല് എന്ന് പറയാവുന്ന തല്ലാണ് ആ കുടുംബത്തിന്റെ ഭാഗത്ത് കിട്ടിയത്. പിന്നെയും വരുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു ഇത് കിട്ടുകയാണ്. അത് പല വഴിക്ക് നമ്മൾ, കാരണം അത്യാവശ്യം മാധ്യമ പ്രവർത്തനമൊക്കെ ഉള്ള ആളെന്ന നിലക്ക്, പിന്നെ സുഭാഷ് ചന്ദ്രനും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ആ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരം എന്താ വെച്ചാൽ, നമ്മൾ അതേവരെ ധരിച്ചിരുന്നത് കോട്ടയത്തുള്ള യുവാവായിട്ടുള്ള MLA-യും അതേപോലെ തന്നെ ഈ പോളും ഒക്കെ തന്നെ വേറെ വേറെ ടീമായിരുന്നു എന്നാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞതും ഞാനും പോളുമായിട്ടൊരു ബന്ധവുമില്ല എന്നാണ് പരസ്യ പ്രസ്താവന നടത്തിയത്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ രേഖ, ആ രേഖ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം, വാട്സപ്പ് ചെയ്യാം. സാമുവൽ ജെറോം
അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, നിമിഷപ്രിയ, ഈ 3 പേരും ഒപ്പിട്ട ഒരു ഒരു അഫിഡവിറ്റ്, ഒരു പവർ ഓഫ് അറ്റോർണി കെ എ പോളിന് കൊടുക്കുകയാണ്. കാരണം അതിൽ പറയുന്നത് എന്താ? ആക്ഷൻ കമ്മിറ്റിയെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റണം, മാധ്യമങ്ങളിലോട് സംസാരിക്കുന്നതിന് വിലക്കണം. അതിൽ പേര് മെൻഷൻ ചെയ്തത് സുഭാഷ് ചന്ദ്രനാണെങ്കിലും മറ്റു പലർക്കും, ഞാനടക്കമുള്ള മറ്റു പലർക്കും അത് ബാധകമാണ്. കെ എ പോളിന്റെ കെ എ പോളിന് കൊടുക്കുന്ന പവർ ഓഫ് അറ്റോർണിയിൽ ആ കുടുംബം ആവശ്യപ്പെട്ടത് അതാണ്. പിന്നെ ഞങ്ങൾ ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കേണ്ടത്? കാരണം ജയിലിൽ കിടക്കുന്ന നിമിഷയുടെ ഒപ്പ് ആ പവർ ഓഫ് അറ്റോർണിയിൽ എങ്ങനെ വന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം നിമിഷപ്രിയ ആ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം നിമിഷപ്രിയ ഏറ്റവും വെറുത്ത ഒരു മനുഷ്യനായി സാമുവൽ ജെറോം. ഞങ്ങളാണ് നിമിഷപ്രിയയെ സാമുവൽ ജെറോമിനുമായിട്ട് അടുപ്പിച്ചു കൊടുത്ത ഘടകം. അന്ന് നിമിഷപ്രിയ കൊടുത്ത ഒരു പവർ ഓഫ് അറ്റോർണിയിൽ കൊടുത്തിട്ടുള്ള സിഗ്നേച്ചർ ആയിരിക്കും ഇപ്പോൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. അപ്പം ആ കുടുംബത്തെ പൂർണ്ണമായും, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമുവലും അതുപോലെ തന്നെ പോളും 2 ഗ്രൂപ്പായി ഇരുന്നു എന്ന് ഞങ്ങൾ ധരിച്ചത് തെറ്റായിരുന്നു. ഇവരെല്ലാം ഒരു ഗ്രൂപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വ്യക്തമാക്കുന്നതാണ് ഈ പറഞ്ഞ കത്ത്, പവർ ഓഫ് അറ്റോർണി. ആ പവർ ഓഫ് അറ്റോർണി വെച്ചിട്ടാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ. അതായത് ടോമി ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് പണം പോയിരിക്കുന്നു, അത് നെഗോഷിയേഷന്റെ ഭാഗമായി അവിടെ എത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ അമ്മ, ഭർത്താവ് എല്ലാം ഇവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതില് ഈ സാമ്പത്തികമായ പല പ്രലോഭനങ്ങൾക്കും ഈ നിമിഷപ്രിയയുടെ ഭർത്താവ് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. സംശയം മാത്രമാണ്. കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ, കാരണം നിമിഷപ്രിയയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മർക്കസിലേക്ക് വരാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ മകളെയും കൂട്ടി ഒരു കാറ് പിടിച്ച് വന്നോളൂ, ഞാൻ എൻ്റെ കയ്യിലെ കാശ് തരാം, ആക്ഷൻ കമ്മിറ്റിയുടെ പണമല്ല, എൻ്റെ കയ്യിലെ കാശ് തരാം, നിങ്ങളൊരു വണ്ടി വിളിച്ച് വന്നോളൂ എന്നിട്ട് പറഞ്ഞിട്ട് കേൾക്കാതെ അവർ പോളിന്റെ പുറകെ പോയത് പോളിന്റെ പ്രലോഭനമായിരിക്കും. പോളിന്റെ പ്രലോഭനത്തിൽ നിമിഷപ്രിയയുടെ ഭർത്താവ് വീണിട്ടിരിക്കും. എന്തെങ്കിലും വലിയ വലിയ വാഗ്ദാനം അയാൾ കൊടുത്തിട്ടുണ്ടോ? അയാളുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ടോം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ പത്രപ്രസ്താവനകൾ ഒരു ശരിയായ മാനസിക നിലയുള്ള ഒരാളുടെ പത്രസമ്മേളനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനത് കേട്ടപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, 1.5 മണിക്കൂർ ഞാൻ ഡൽഹിയിലുണ്ട്, എന്നെ വന്ന് കാണണം. ആരോടാ പറയുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയോട്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോട്. ഞാൻ നിങ്ങളുടെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കും. ബഹുമാന്യനായിട്ടുള്ള വിദേശകാര്യമന്ത്രിയോടാണ് ഈ പോള് പറയുന്നത്, നിങ്ങളെ ആ സ്ഥാനത്ത് തെറിപ്പിക്കുന്നു. മാതൃഭൂമി ചാനൽ 74 മണിക്കൂർ കൊണ്ട് ഞാൻ പൂട്ടിക്കും. ഞാൻ ഇന്നലെയും തുറന്നു നോക്കി, ചാനൽ അവിടെ തന്നെ ഉണ്ട്. ഇതുപോലെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന്റെ സമനില, മാനസിക നിലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ കാണിക്കേണ്ടത്? അത് തന്നെയാണ് സുപ്രീം കോടതി ഈ കേസിലും കാണിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി അദ്ദേഹത്തെ കണ്ടം വഴി ഓടിക്കുകയത്, നിലത്ത് നിൽക്കാൻ അവസരം കൊടുത്തില്ല. കാരണം വലിയ പിഴയോടുകൂടി കേസ് തള്ളേണ്ടുന്ന ഒരവസ്ഥ വരും എന്ന് തോന്നിയപ്പോഴാണ് അദ്ദേഹം സ്വയം കേസ് പിൻവലിച്ചത്. കേസ് പിൻവലിക്കാതെ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ പിഴ, കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞു എന്ന നിലയ്ക്ക് പിഴ ചുമത്താൻ സാധ്യത ഉണ്ടായിരുന്ന കേസായിരുന്നു എന്നാണ് ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിക്ക് ഇതുപോലെ സങ്കടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, പല ആളുകളും ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു മെനക്കെടുന്നു? സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനിടുന്ന പോസ്റ്റിനടിയിലൊക്കെ വന്ന് ചോദിക്കുന്നു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ, ഇത് അവരായി അവരുടെ പാടായി, പോളി രക്ഷിക്കട്ടെ അല്ലെങ്കിൽ സാമൂഹ്യ രക്ഷിക്കട്ടെ എന്ന്. പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനവും, കാരണം ഇതൊരു കച്ചവടോ പണമുണ്ടാക്കാനുള്ള പണിയോ ആയി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളിത് പെട്ടെന്ന് പിൻവലിയുന്നു എന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിക്കുന്നവർ യമനിലുണ്ട്, ഈ വിജയവാഡയിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ പടക്കം പൊട്ടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ പോലും ജനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുകയാണെങ്കിൽ ആ കുടുംബത്തിലെത്തുന്ന ഫണ്ടായിരിക്കണം അത്. മറിച്ച് ആരെങ്കിലും ഇതിൻ്റെ അടുത്ത് കയറിയിട്ട് കോടികൾ പിരിച്ച്, ഇപ്പൊ ഒരു റിയാദിലുള്ള ഒരു വിദ്വാൻ, അത് വേറെ വിദ്വാനാണ്, അയാൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടോന്ന് അറിയില്ല,
ഒരു ചിറ്റൽപ്പള്ളി വെച്ച് ചെറുപള്ളിയിലോ മറ്റുള്ള അയാൾ പറയുന്ന 60 കോടി രൂപ വേണം. ഇതിന് രസകരമായ പല കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ, രണ്ട് ദിവസം കോൾ വന്നു. അത് തെലുങ്കായതുകൊണ്ട് എനിക്ക് ഒട്ടും അറിയില്ല. ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവും. അതെന്താ വെച്ചാല് എന്നോട് പറയാണ്, നിങ്ങൾ നിർത്തിക്കോ. നിർത്താനാ പറഞ്ഞത്. ഞാൻ ഒന്നാമത് ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. കാരണം അതൊരു വിശ്വാസ്യതയുള്ള പ്രശ്നമാണ്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കും. തീർച്ചയായിട്ടും. അത് റെക്കോർഡ് ചെയ്യുക, അത് മറ്റാൾക്ക് സംഭാവന ചെയ്യുക. ഇത് എന്റെ ഫോണിൽ ഞാൻ അലോഡ് ചെയ്യുന്ന ഒരു സാധനമല്ല. അത് നിങ്ങളുമായിട്ട് സംസാരിക്കണം, ആരുമായിട്ട് സംസാരിക്കണം. 2 തവണ വിളിച്ചു. ഇംഗ്ലീഷിലും അതുപോലെ തെലുങ്കിലും മാറി മാറി. എനിക്ക് ഭീഷണിയാണ്. ഭീഷണി കേട്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒന്ന് പോ പാസ്റ്ററെ, നിങ്ങൾ തമാശ പറയാതെന്ന്. കാരണം ഇതിനൊന്നും ഭയപ്പെടുന്നില്ല. കാരണം ജീവഭയമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത്തരം ഭീഷണിക്ക് പ്രശ്നമുള്ളൂ. എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത്? ശരിയായ രീതിയിൽ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു, സുതാര്യമായി ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നു. ജനങ്ങളിൽ നിന്ന് 1 രൂപ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായ വിനിയോഗത്തിനായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഭീഷണി വരുന്നത്. ഇതെന്തിനാ അവരെന്നെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കേസിൽ അസത്തോളം ഡെവലപ്മെന്റ് ഉണ്ട്. സാമ്പത്തിക അരാജകത്വത്തിന്റെ വലിയ ഒരു സ്രോതസ് അവര് കണ്ടുവെക്കുന്നുണ്ട്. അതിനൊരിക്കലും ഇതിൽ സാധാരണ ഇതിൽ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും ഈ സാമ്പത്തിക ക്രമക്കേടിൽ കൂടെ നിൽക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷെ ടോമി ട്രാപ്പിലാണ്. ടോമി ട്രാപ്പിലാണെന്ന് പറഞ്ഞാൽ, ടോമി ഈ പറഞ്ഞ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ, ഈ മർക്കസ് എന്ന് പറയുന്നത് തൊടുവഴിയിൽ നിന്ന് ഇത്ര ദൂരമൊന്നുണ്ട്, ആ ദൂരം വിട്ട് ഇപ്പം പോള് തന്നെ പറയുന്നത് യമനിൽ കൊണ്ടുപോയി എന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം യമനിൽ ഒരാൾ പ്രവേശിച്ചാൽ, അത് ടോമ് പ്രവേശിച്ചാലും മകള് പ്രവേശിച്ചാലും ആര് പ്രവേശിച്ചാലും ആ പാസ്പോർട്ട് കണ്ടുകെട്ടും എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇന്നത്തെ നിയമം. കാരണം യമനിലേക്ക് യാത്ര അനുമതിയില്ല. പിന്നെ പോളിന്റെ ഏതെങ്കിലും ദൈവസിദ്ധിയാൽ അദ്ദേഹത്തെ യമനിന്റെ മരുഭൂമിയിലേക്ക് എത്തിച്ചോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പോള് പറയുന്നത് ഞാൻ അവരെ യമനിൽ കൊണ്ടുപോയി എന്നാണ്. പക്ഷെ യമൻ അല്ലാത്ത ഏതെങ്കിലും ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ അവരെ കൊണ്ടുപോയി എന്നുള്ള വസ്തുതയുമാണ്. അവിടെ വെച്ച് വലിയ പ്രലോഭനങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. പ്രലോഭനം എന്ന് പറഞ്ഞാൽ, ഇയാളുടെ വാചകവടിയിൽ ഞാൻ ഇങ്ങനെ റാഗി കൊണ്ടുവരും ഈ നിമിഷയെ എന്ന് പറയുമ്പോൾ, ചിലപ്പം ഈ അബൂബക്കർ മുസ്ലിയാർ ഇവിടെ നടത്തുന്ന ചർച്ചയേക്കാൾ ഏറെ ഈ യമനിലെ ജയിലിൽ നിന്ന് ഒരു എന്തെങ്കിലും വെച്ച് നേരിട്ട് ഒമാനിലെ എത്തിക്കാൻ പറ്റിയാലോ എന്നൊക്കെ ടോം വിചാരിച്ചിട്ടുണ്ടാവും. അത്തരം ഏതോ ഒരു പ്രലോഭനത്തിൽ, അത് സാമ്പത്തികമാണെന്ന് ഞാനിപ്പോ ആരോപിക്കുന്നില്ല, പക്ഷേ സാമ്പത്തികമാണെന്ന് സംശയിക്കുന്ന ജനങ്ങൾ ധാരാളമുണ്ട്. കാരണം ഫേസ്ബുക്ക് പോസ്റ്റിനിടയിലൊക്കെ വരുന്ന കമന്റുകൾ അങ്ങനെയാ പോകുന്നത്. എന്തായാലും ഞാൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല, അത് ശരിയല്ല. അത്തരം കാര്യങ്ങളിലുള്ള കൃത്യമായ ഒരു തെളിവ് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മളെങ്ങനെ അങ്ങനെ ആരോപിക്കുക? അപ്പോൾ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നിമിഷപ്രിയ നിസ്സഹായയാണ്. നിമിഷപ്രിയയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. നിമിഷപ്രിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാമൂഹികമായി അകലം പാലിച്ച ഒരാളായിരുന്നു. ആ നിമിഷപ്രിയയോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സാമൂഹികമായി സഹകരിക്കണം എന്ന് പറഞ്ഞത് ഞങ്ങളാണ്, ആക്ഷൻ കൗൺസിലാണ്. എന്നതിന് ശേഷമാണ് സാമുവൽ ജെറോമിന് പവർ ഓഫ് അറ്റോർണി കൊടുത്തത്. ആ പവർ ഓഫ് അറ്റോർണി വാങ്ങി കയ്യിൽ വെച്ച സാമുവൽ ഈ പാവം പെൺകുട്ടിയെ അവിടെ അവരുടെ നിസ്സഹായ അവസ്ഥ വെച്ചുകൊണ്ട് ഇയാൾ എന്തോ ചെയ്യുന്നു, എന്തോ മഹാത്ഭുതം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തെറ്റായ ധാരണ അവരുടെ വന്നപ്പോ അവർ കാര്യങ്ങൾക്കൊക്കെ മൂളിക്കൊടുക്കുകയാണ്. അമ്മ മറ്റൊരവസ്ഥ, ഈ കുടുംബത്തെ ഞങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തല്ലേ ചെയ്യുന്നത്. അമ്മ സാമുവലിന്റെ വീട്ടിലുള്ളത്. സാമുവൽ പറയുന്ന സ്ഥലത്ത് ഒപ്പുവെച്ചു കൊടുക്കലാണ് ആ അമ്മയുടെ മുമ്പിൽ എന്താണ് മറ്റൊരു വഴി? അപ്പൊ അങ്ങനെ ഈ കുടുംബങ്ങളെ മുഴുവൻ തന്നെ ഈ സാമുവൽ പോൾ സംഘത്തിന്റെ കയ്യിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ പോലെയുള്ള ഒരു അറബ് നിയമം, ശരിയത്ത് നിയമമുള്ള രാജ്യത്ത് ഇതിന്റെ നെഗോഷിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വലിയൊരു തടസ്സമുണ്ട്. കാരണം കുടുംബത്തിന്റെ യാതൊരു അഫിഡവിറ്റും ആരുടെ കയ്യിലില്ല? അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിന്റെ കയ്യിലില്ല. അവർക്കിനി മുന്നോട്ട് പോകുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഒമാനിയനായ അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ദൗത്യം പൂർത്തിയായി. കാരണം ഞങ്ങളുടെ ദൗത്യം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ വധശിക്ഷ മാറ്റിവെച്ചു, വധശിക്ഷ ഉണ്ടാവില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നടത്തട്ടെ. കാരണം അതിനൊരു ചാൻസ് ഇന്ത്യ ഗവൺമെന്റ് ഇദ്ദേഹത്തോട് പറയുകയാണ്.
പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് പോലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ എത്രമാത്രം അംഗീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം യമനിൽ നിന്ന് അവിടുത്തെ എംബസി ചുമതലപ്പെടുത്തിയ വക്കീൽ, ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയ വക്കീൽ, അദ്ദേഹത്തിന്റെ ശിങ്കിടികളായിട്ടുള്ള യമൻ പൗരന്മാരായിട്ടുള്ള എംബസിയിലെ 2 ഉദ്യോഗസ്ഥർ, അതേപോലെ തന്നെ സാമുവൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയം വെള്ളം തൊടാതെ ഈ ഇന്ത്യയിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നത്. അപ്പം അതിൽ നിന്ന് അവർക്ക് സാധിക്കുന്നില്ല. കാരണം യമനിലെ എംബസി യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് ഇപ്പം റിയാദിലാണ്. ആ എംബസിക്ക് പോലും കൃത്യമായ വിവരങ്ങളില്ല. അവർ അവിടുന്ന് കൊടുക്കുന്ന വിവരങ്ങൾ എംബസി MEA വഴിക്ക് ഇന്ത്യ ഗവൺമെന്റ് അറിയിക്കുന്നു. അപ്പൊ ഇന്ത്യ ഗവൺമെന്റും ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായിട്ടുള്ള അന്വേഷണത്തിന് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം. കാരണം ഈ റാക്കറ്റ് സംഘം ഇന്ത്യ ഗവൺമെന്റിന്റെ പേര് ദോഷം ഉണ്ടാക്കും. ഇന്ത്യ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ വലിയ ആത്മാർത്ഥതയുണ്ട്. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ വിദേശ രാജ്യത്ത് കൊല്ലപ്പെടണം എന്ന് ഇന്ത്യ ആഗ്രഹിക്കുകയില്ല, ഏത് ഭരണകൂടമായിക്കോട്ടെ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ആഗ്രഹം ശരിയായ രീതിയിൽ ആകണമെങ്കിൽ എന്ത് വേണം? ഈ റാക്കറ്റിനെ സംബന്ധിച്ച് അവർ അന്വേഷിക്കണം. ഇവർ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ വിദേശകാര്യ വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടല്ലോ, ഒരു സംഘത്തെ അയക്കണം യമനിലേക്ക്. ആക്ഷൻ കൗൺസിലിലെ 2 ആളുകളും ഇന്ത്യ ഗവൺമെന്റ് 2 ആളുകളും ഈ ചർച്ചയിൽ ഇടപെട്ട മർക്കസിന്റെ 2 ആളുകളും അടങ്ങുന്ന സംഘത്തെ, ദുഃഖകരമെന്ന് പറയട്ടെ, ഞങ്ങൾ കൊടുത്ത അപേക്ഷ സുരക്ഷാ കാരണം പറഞ്ഞുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത്. ആ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഇതാണ് ഈ കേസിന്റെ ഇന്നത്തെ അവസ്ഥ. സർ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും ധരിക്കരുത്. ഈ പണവുമായി ബന്ധപ്പെട്ട് ഒരു 10-30 ലക്ഷത്തിന് മേൽ നിങ്ങളെ വിശ്വസിച്ചാണ്, അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആളുകൾ തന്നത്. ഇപ്പോൾ ആ പണം പോയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കുന്നുണ്ടോ അവർ? തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനൽ ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ള സേവനം ഞാൻ പലതവണ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. വീണ്ടും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്, പ്രേക്ഷകരെ സാമൂഹ്യവുമായി ബന്ധപ്പെട്ടാണ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എംബസി വഴി അവരുടെ ഏജന്റുകൾ മുഖേന അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് അവർ അംഗീകരിക്കുന്നുണ്ടോ? അവർ ഈ പണവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തുക പോലുമല്ല, അത് 1 രൂപയാണെങ്കിലും ഒരു മറ്റൊരാളുടെ അധ്വാനം എന്നാണ്. നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് നിങ്ങൾ പകർന്ന സന്ദേശമാണ് ഈ ഫണ്ട് പിരിക്കുന്നതിലേക്ക് സഹായിച്ചത്. അതിനു മുമ്പ് ശോഷിച്ച ഒരു ഖജനാവായിരുന്നു ഈ ആക്ഷൻ കൗൺസിൽ ഉണ്ടായിരുന്നത്. ഈ $40,000 2 തവണയായി. അതിനു മുമ്പ് $4,000 വേറെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ആക്ഷൻ കൗൺസിൽ വന്ന ശേഷം പിരിച്ചതല്ല. ആക്ഷൻ കൗൺസിൽ വന്ന ശേഷം പിരിച്ച കണക്കാണ് പറയുന്നത്. ആക്ഷൻ കൗൺസിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ജനറൽ കൺവീനർ ആയിട്ടുള്ള ജയൻ എടപ്പാൾ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് 2.5 ലക്ഷം രൂപ ഇതിനായി മുടക്കിയത്. $4,000. ആ $4,000 അടക്കം $44,000 ഇതിനായി ഞങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. $40,000 പോയത് ഞങ്ങൾക്കിപ്പോ സാമൂഹ്യം എന്ന് പറയാൻ കഴിയില്ല. സാമൂഹ്യം എന്ന് പറയാൻ കഴിയാത്തതിന്റെ ഒരു സാങ്കേതിക കാര്യം നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഞങ്ങൾ MEA വഴിക്കാണ്, ഇന്ത്യൻ എംബസി വഴിക്കാണ് പണം അവിടത്തേക്ക് അയച്ചത്. സ്വാഭാവികമായിട്ടും ആ ഇന്ത്യൻ എംബസി ഈ പണം ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയിട്ടുള്ള യമനി സ്വദേശിയായ വക്കീലാണ്. യമൻ പൗരന്മാരായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരാണ്. അവരുടെ തൊട്ടടുത്ത കണ്ണിയാണ് സാമുവൽ ജെറോം. പക്ഷെ ഈ 4 കൂട്ടരും ഈ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരനാണ്. അപ്പം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ അതിന്റെ തെളിവ്? തീർച്ചയായിട്ടും. അപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രേക്ഷകരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾ മാഡം പറഞ്ഞല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, UK-യിലുള്ള ഒരു സഹോദരി 25,000 രൂപ അയച്ചത്. അവരിടയ്ക്ക് എന്നെ വിളിക്കലുണ്ട്. നേഴ്സാണ്. കുടുംബ പ്രാരാബ്ദം കൊണ്ടാണല്ലോ വിദേശത്ത്. ഇവിടെ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ ആരും പോയി നിൽക്കും. അപ്പം അവരധ്വാനിച്ച പണമാണ് 25,000 രൂപ തന്നത്. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഒരു പ്രായമുള്ള അമ്മ എനിക്ക് അവർ പറഞ്ഞിട്ട് ഒരു 85 വയസ്സെങ്കിലും കാണും. നിങ്ങളുടെ ഒരു പ്രേക്ഷകയാണ്. ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. ഒരു 10-60 വർഷമായിട്ട് ഹൈദരാബാദിൽ തന്നെയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. മോനെ എന്തായത്,
മോനെ എന്തായത് എന്ന്. ഇങ്ങനെ അതുപോലെ തന്നെ വെല്ലൂരിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അവിടുത്തെ അക്കൗണ്ടൻസിലാണ്, നിങ്ങളുടെ ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം ഇടക്കിടക്കിന് അങ്ങനെ നിങ്ങളുടെ പ്രേക്ഷകരായിട്ടുള്ള കുറെ ആളുകൾ നിരന്തരമായിട്ട് പണം നൽകിയിട്ടുള്ള ആളുകൾ എന്തായി മോനെ, എന്തായി സുഹൃത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൽ അവരോടൊക്കെ ഞാൻ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ മിഷന് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ചതിനുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി അവർക്ക് നൽകാൻ ഒരു പ്രയാസവും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കില്ല. സാർ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ കെ എ പോളിനോടോ സാമുവലിനോടോ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാമുവൽ അറിയാലോ, രണ്ടാമത്തെ ഉം, നെഗോഷിയേഷൻ ഫണ്ട് $20,000 രണ്ടാം ഗഡു, ആ പണം കിട്ടിയ അതേ സെക്കൻഡിൽ അവർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി. ഉം, ആദ്യത്തെ $20,000 കൊടുത്തപ്പോ ഒരു ലോകത്തെല്ലാം കാഷ്യർ, ട്രഷറർ എന്ന് പറഞ്ഞാൽ കണക്ക് സൂക്ഷിപ്പുകാരെന്നല്ലേ എന്റെ മലയാളം. ആ കണക്ക് yes. സൂക്ഷിപ്പുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിനോട് കണക്ക് ചോദിച്ചപ്പോ, നിങ്ങൾ എന്ത് ചെയ്തു, എന്താക്കി, എങ്ങനെ ചെലവിട്ടു എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പണം വാങ്ങിയിട്ടുണ്ടോ? ശരിയാണ്, ഞാൻ നിങ്ങളോട് പണം പറ്റിയിട്ടുണ്ടോ? നിങ്ങളോട് പണം, നിങ്ങൾ ആർക്കാണ് പണം അയച്ചത്, നിങ്ങൾ അവരോട് ചോദിക്കൂ എന്ന് നിരന്തരം അദ്ദേഹം എന്നെ ആ യോഗത്തിലൊക്കെ അടിച്ചിരുത്താനുള്ള ശബ്ദഘോഷം, അദ്ദേഹത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ശബ്ദം അടിച്ചിരുത്തുന്ന ശബ്ദമായിരുന്നു. പിന്നീടാണ് രണ്ടാം ഗഡു അയച്ചു. അതിന്റെ റെസീറ്റ് ഒരു സെക്കൻഡ് വാട്സപ്പ് കണ്ടു. മൂന്നാമത്തെ സെക്കൻഡിൽ അദ്ദേഹം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു പോയി. ഞങ്ങൾ ആരോടാ ചോദിക്കുക, ഞങ്ങൾ ആരോടാ സംസാരിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ ഒരു അഭിഭാഷകയുണ്ട്, അവർക്ക് കാര്യങ്ങൾ അറിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒമാനിൽ പ്രവർത്തിക്കുന്ന വേറൊരു ഒരാളുണ്ട്, ഒരു ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള മലയാളി, ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഉം, മലയാളി, അദ്ദേഹത്തിന്റെ വിവരമുണ്ടെന്നാണ്. ഇതൊക്കെ ആക്ഷൻ കൗൺസിലിന് കമ്മിറ്റ് ചെയ്യണ്ടേ, ആക്ഷൻ കൗൺസിലിന് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ? ആക്ഷൻ കൗൺസിൽ എന്ന് തീർച്ചയായും. പറയുന്ന സംഗതി ഇപ്പോ ഈ ആക്ഷൻ കൗൺസിലില് ജനറൽ കൺവീനർ ജയൻ കൗൺസിലിൽ ഉറച്ചു നിൽക്കുകയാണ്, ചെയർമാൻ ജാബർ ഉറച്ചു നിൽക്കുകയാണ് ആക്ഷൻ കൗൺസിലിന്റെ കൂടെ, ട്രഷറർ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ആഷിഖ് UK, ഒരുപാട് കൗൺസിലർ, ഈ ആക്ഷൻ കൗൺസിൽ സജീവ പ്രവർത്തകന്മാരൊക്കെ ഇതിനകത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഉം, ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംവിധാനം കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉം, ആക്ഷൻ കൗൺസിലിന് പോകുന്ന ഈ ചാവേർ സംഘങ്ങൾ, ഉപജാപക സംഘങ്ങൾ, അവരാണ് ഇതിന്റെ റിമോട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരാണ് ഉം, ഈ പോളിനെയും അതുപോലെ തന്നെ സാമൂലിനെയും കൊണ്ട് നടക്കുന്നത് എന്നുള്ള ആ പ്രത്യേകത ഈ ഉം. കേസിൽ. തീർച്ചയായിട്ടും. സാർ, എന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. എന്താണ് നിമിഷപ്രിയയുടെ അവസ്ഥയെന്ന് അറിയാമോ? കാര്യം കെ എ പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ 24 25 തൂക്കിലേറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്, മാധ്യമങ്ങളെ വിലക്കണം എന്നുള്ള രീതിയിൽ. ഞാ- എന്താണ് നിമിഷപ്രിയയുടെ അവസ്ഥയെന്ന് തിരക്കിയിരുന്നോ? എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക ഏറ്റവും അവസാനം? ഇതിൽ നിമിഷപ്രിയയുമായി എനിക്ക് ചാറ്റ് ഉണ്ടായിരുന്നു. ഉം, നിമിഷപ്രിയ എന്നോട് ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. സാറേ എന്തായി ഞങ്ങളുടെ കേസ് എന്ന് ഇടക്കിടക്ക് ചോദിക്കുകയായിരുന്നു. അവരോട് അവരുടെ വിഷമത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഞാൻ സ- സമാധാനിപ്പിക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലും അവര് ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ജയനുമായി സംസാരിക്കുകയായിരുന്നു, അതുപോലെ തന്നെ ആഷിക്കുമായി സംസാരിക്കുകയായിരുന്നു. പക്ഷെ പടിപടിയായി എന്ത് ഉണ്ടായി എന്ന് വെച്ചാൽ, നിമിഷപ്രിയമായിട്ടുള്ള ഈ ചാറ്റ് ബന്ധം സ്റ്റോപ്പായി. ഉം, ഓരോരുത്തരെയും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവര് കൊടുക്കുന്ന ആജ്ഞ അനുസരിക്കുന്ന സ്ഥിതിയിലേക്കും നിമിഷപ്രിയ എത്തി. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും കൂടി നിമിഷപ്രിയക്ക് ഹായ് പറഞ്ഞുകൊണ്ട് ഓക്കെ, റെസ്പോൺസ് ഇല്ല, കാരണം ബ്ലോക്കാണ്. ഉം, അപ്പം നിമിഷപ്രിയയുടെ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന്, നിമിഷപ്രിയക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിമിഷപ്രിയക്ക് ജയിലിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറച്ച വിശ്വാസം. കാരണം ഉം, അമ്മ അവിടെ നിമിഷപ്രിയയെ സന്ദർശിക്കാൻ ചെന്നപ്പോ ജയിലിനകത്ത് വമ്പിച്ച ഒരു പാർട്ടി കൊടുത്തുകൊണ്ടാണ് ജയിൽ പുള്ളികളും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും സ്വീകരിച്ചത് എന്ന് അമ്മ ഞങ്ങളോട് നേരിട്ട് പറയുണ്ടായി. ഉം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോളർ, അതായത് ജയിലിനകത്താണെങ്കിലും അവർക്ക് മറ്റേ സോപ്പ്, മറ്റേ പേസ്റ്റ്, അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പണം ആ ജയിലിനകത്ത് ഇപ്പോഴും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ പണം തന്നെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷെ ആ പോകുന്ന ചാനൽ വേറെയാണെന്ന് മാത്രം. അപ്പോ മനസ്സിലായി. അവർക്ക് ജയിലിനകത്ത് ഇപ്പം മറ്റൊരു ബുദ്ധിമുട്ടില്ല. ജയിലിനകത്ത് അറിയാലോ, ആ രാജ്യത്ത് അവര് അവരെ പിന്നെ കൊല്ലപ്പെട്ടത്, യുവാവ് കൊല്ലപ്പെട്ട ശേഷം പലായനം ചെയ്തു പോയ
സ്ഥലത്ത് നിന്ന് പിടിക്കപ്പെട്ട 1.5 മാസത്തിന് ശേഷം പിടിക്കപ്പെട്ട നിമിഷയെ അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആരെ കയ്യിലേൽപ്പിക്കുന്നത്? കൊല്ലപ്പെട്ട യുവാവിന്റെ സ്വന്തം സഹോദരന്റെ കയ്യിലേൽപ്പിക്കുന്നത്. 150 കിലോമീറ്ററോളം വാഹനത്തിൽ ഒറ്റയ്ക്ക് ഇരുത്തി ബൈക്കിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ആ കൊല്ലപ്പെട്ട യുവാവിന്റെ സഹോദരൻ സന ജയിലിൽ എത്തിക്കുകയാണ് ചെയ്തത് ഈ നിമിഷം. ഒരു പോറലും ഏൽപ്പിക്കാതെ. അപ്പോ അതേപോലെ തന്നെയാണ് ആ ജയിൽ അധികൃതരുടെ സമീപനം. അവിടെ ജയിലിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, വലിയ ബുദ്ധിമുട്ടല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ കഴിയും. പക്ഷെ അവർക്ക് ഇപ്പോ ഈ യഥാർത്ഥ ആക്ഷൻ കൗൺസിലും അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഉള്ള ഏറ്റവും വലിയ പ്രയാസം. കാരണം ഈ പവർ ഓഫ് അറ്റോർണി എന്ന് മോചനം സാധ്യമാണോ എന്ന തരത്തിൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? മോചനം സാധ്യമാകുന്നതിലേക്ക് എത്തിക്കാൻ എന്തായാലും അവരുടെ വധശിക്ഷ എത്രയും വേഗം ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ പോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം കട്ട് ഓഫ് ഡേറ്റ് വെച്ച് ആ 2 ദിവസം കൊണ്ട് ലെറ്റർ അക്കൗണ്ടിലേക്ക് വരട്ടെ എന്ന ഉദ്ദേശത്തിലായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് സംഭവിച്ചില്ല. അതേ സ്ഥാനത്ത് വെച്ചാൽ അദ്ദേഹം 2 ദിവസം പറഞ്ഞു. ആരാണ് അദ്ദേഹത്തോട് ഈ 2 ദിവസത്തെ കാര്യം പറഞ്ഞത്? അവിടുത്തെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ യമനിൽ ഒരു ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന്റെ ആ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കറുടെ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു കൊല്ലുന്നു, ആര് പറഞ്ഞു വധശിക്ഷ നടപ്പാക്കുന്നു? അങ്ങനെ ഒരു തീരുമാനവും യമനിൽ ഉണ്ടായിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോ അത്തരത്തിലുള്ള ഈ സംഗതികളൊക്കെ ഭീതിപ്പെടുത്തലൊക്കെ തന്നെ ഈ കേസിന് ദോഷകരമാകുമെന്നല്ലാതെ ഗുണകരമാകില്ല. അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് ഉറച്ച വിശ്വാസമാണ് നമുക്കുള്ളത്. കാരണം ഈ ചർച്ചയ്ക്ക് സൗകര്യമുണ്ടാക്കാൻ ഈ കുടുംബം ആക്ഷൻ കൗൺസിലുമായി കുറച്ചുകൂടി സഹകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട്. പക്ഷെ സഹകരിക്കാൻ പറ്റൂല. ആകെ സഹകരിക്കാൻ കഴിയാവുന്നത് ടോമിക്ക് മാത്രമാണ്. കാരണം അമ്മ പ്രേമകുമാരി സാമുവലിന്റെ വീട്ടിലാണല്ലോ. എങ്ങനെയാണ് പ്രേമകുമാരി ഇതുമായി സഹകരിക്കുക? ജയിലിൽ പോയി നിമിഷപ്രിയയോട് കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പവർ ഓഫ് അറ്റോർണിയിലേക്ക് പോകാൻ സാധിക്കുമോ? സാധിക്കില്ലല്ലോ. ആ ജയിലിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? അപ്പൊ ഇവിടെയുള്ള ടോമി ഇങ്ങനെയും പിന്നെ എന്താ ചെയ്യുക നമ്മള്? ഈ ഒരു നിസ്സഹായാവസ്ഥയാണ് ആക്ഷൻ കൗൺസിൽ നിങ്ങളോട് പങ്കുവെക്കാറുള്ളത്. തീർച്ചയായിട്ടും. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ എടുക്കുന്ന എഫേർട്ടിനെ പ്രശംസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഒരുപാട് സമയവും ഒരു മനുഷ്യ അധ്വാനവും ഒക്കെ ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ടായാലും സത്യം പുറത്തു വരും. ഞാൻ മാത്രമല്ല മാഡം, ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധം വെച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നല്ലാതെ ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പോഴും UK അതുപോലെ തന്നെ അമേരിക്കയിലും. ഇപ്പം ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ലോക നേഴ്സസ് യൂണിയൻ, എന്താ അതിന്റെ പേര്? അത് ശരിക്കും അതിന്റെ ഫുൾ ഫോം എനിക്കറിയില്ല. നേഴ്സസ് അസോസിയേഷൻ, അതിന്റെ സെക്രട്ടറി പ്രസിഡന്റും അതിന്റെ ജനറൽ സെക്രട്ടറി ലിതിൻ ലോഹി എന്ന് പറയുന്ന കാനഡയിലുള്ള ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ മുമ്പ് യമനിലുണ്ടായിരുന്ന സഞ്ജയ് എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരൻ. അദ്ദേഹം ഇപ്പൊ ദുബൈയിലുള്ളത്. 18 വർഷം അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയുള്ള നിരവധിയായ ആളുകളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുക്കുന്ന നിലപാടാണ് ശരി എന്ന് 128 ആളുകൾ അടങ്ങുന്ന ആ ഗ്രൂപ്പിനകത്ത് ഒരാൾ പോലും ടോമിയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നില്ല. ടോമി ചെയ്തത് ശരിയായില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. അവരുടെ കമന്റ് ആ ഗ്രൂപ്പിനകത്ത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുടെ അധ്വാനത്തിന്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ലോകത്തെ വിവിധ മാധ്യമ പ്രവർത്തകർ. എത്രയോ മാധ്യമ പ്രവർത്തകർ ഇതിനു വേണ്ടി, നിങ്ങളൊക്കെ ഒരു വാർത്തയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? അല്ലല്ലോ. എത്രയെത്ര വാർത്തകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അങ്ങനെ നിരവധി മാധ്യമ പ്രവർത്തകന്മാർ ഇന്നും പല ചാനലുകളും വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ ഈ സാമുവൽ ജെറോം സാമുവൽ പോളിയുമായി എനിക്കൊരു ബന്ധവുമില്ല എന്ന് കോട്ടയത്തെ യുവാവായിട്ടുള്ള MLA പറഞ്ഞിട്ടുണ്ടെങ്കിലും സാമുവൽ അഫിഡവിറ്റ് കൊടുത്തത് ആരാ? സാമുവൽ അഫിഡവിറ്റ് കൊടുത്തത് പോളിനാണ്. വ്യക്തമല്ലേ കാര്യം? അപ്പൊ ഇവര് തമ്മിൽ പരസ്പരം ബന്ധമില്ല എന്ന് ഈ പോള് തട്ടിപ്പുകാരനാണെന്ന് യുവ MLA മനസ്സിലാക്കി അദ്ദേഹത്തെയും സാമുവലിനെയും തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഇമേജിനെ അതിന് ബാധിക്കും. അദ്ദേഹത്തിന്റെ ബഹുമാന്യനായ പിതാവ് അദ്ദേഹത്തെ ഞങ്ങള് പോയി കണ്ടതാ.
അദ്ദേഹം എന്റെ കൈവിരലുകൾ പിടിച്ച്, അങ്ങനെ ഉണ്ടല്ലോ, എന്നെ ഒരു കുഞ്ഞിനെ നടത്തിക്കുന്നത് പോലെയാണ് അദ്ദേഹം നടത്തിച്ച് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ അന്നത്തെ വിദേശകാര്യ സഹമന്ത്രിയെ കാണാൻ കൊണ്ടുപോയത്. അദ്ദേഹത്തോട് വലിയ ആദരവുണ്ട്. അദ്ദേഹം നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കലും ഈ തട്ടിപ്പ് സംഘത്തിന്റെ കൂടെ ആകരുത് എന്നുള്ള അപേക്ഷയുണ്ട്. അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ അവസരമുണ്ട് ഇപ്പോഴും. അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ ഈ സാമൂഹ്യം തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ പേരെ ചളി തെറിക്കുമെന്ന് മാത്രം അദ്ദേഹം കരുതിയാൽ മാത്രം മതി എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നിങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഒരുപാട് ആളുകളുടെ അധ്വാനം പിറകിലുണ്ടെന്ന് മനസ്സിലാകുന്നു. നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണം എന്ന ആഗ്രഹം ഇപ്പോഴും ബാക്കിയുള്ളതുകൊണ്ടാണ് മനുഷ്യത്വമുള്ളവർ കൂടെ നിൽക്കുന്നത്. എന്തായാലും ഒരുപാട് നന്ദി സാർ, നമ്മളോട് സംസാരിക്കാൻ താങ്ക് ഈ സമയം യു. മെനക്കെടുത്തതിൽ ഒരുപാട് നന്ദി. നന്ദി. താങ്ക് യു സോ താങ്ക് യു. മച്ച്. താങ്ക് യു. താങ്ക് യു.